ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹലാ നീസിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കനിലേക്ക് മസാല പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. അരമണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിവിടെ ചിക്കന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ആ ഒരു ഭാഗം കൂടി കുക്കാകുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 2 ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 3 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ആ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. സോസിലൊക്കെ ഉപ്പുണ്ടായതുകൊണ്ട് തന്നെ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൽ അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ആ മല്ലിയിലിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരണം. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയൊരു കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.